മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവിതക്കാട് മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത്. നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുമുണ്ട്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡാണ് കവിതക്കാട് മേഖല. പൂർണ്ണമായും കർഷക കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന കാട്ടാനശല്യം ഈ കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്നു. ഏലവും റബ്ബറും തെങ്ങും കമുകുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. 3-4 വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നു. അത് അടുത്ത കാലത്ത് 2 വർഷം മുമ്പ് ഫോറസ്റ്റുകാർ തന്നെ ഇട്ടതായിരുന്നു. അവരിത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആ ഫെൻസിങ് അവർ തിരിച്ച് അഴിച്ചെടുത്തുകൊണ്ട് പോയി. അതിനുശേഷമാണ് ആന കണ്ടമാനം എല്ലാ മെയ്, ജൂൺ, ജൂലൈ ഈ മാസമാകുമ്പോഴത്തേനും ഇടയ്ക്കൊക്കെ ആ സമയത്ത് ഈ ആന ഇറങ്ങി വന്ന് എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷനിലും DF ഓഫീസിലെല്ലാം പോയി പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും പുരോഗതി ഒന്നും ഉണ്ടായില്ല. അടിയന്തരമായിട്ട് തന്നെ അവിടെ ഫെൻസിങ് ഇടുവാണെങ്കിൽ ഈ ആനയുടെ ശല്യം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ഭീതിയിൽ എത്ര കുടുംബങ്ങൾ ഇവിടെ 10-30ഓളം കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറും. പിന്നെ രാത്രിയിൽ ഒരു ഇടപാട് നടത്താൻ പറ്റും. കടയിൽ പോലും പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകർ പ്രദേശത്തുണ്ട്. ഇവർക്ക് രാവിലെ കാട്ടാനകളെ ഭയന്ന് ടാപ്പിംഗിന് ഇറങ്ങാൻ കഴിയുന്നില്ല. റബ്ബർ മരങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമം നടത്തുന്നുവെന്ന് കർഷകർ പറഞ്ഞു. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വെട്ടാൻ പോലും പറ്റുന്നില്ല. കടം വില മേടിച്ച് നമ്മൾ ഒട്ടിച്ചതാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് മൊത്തം ഇപ്പോൾ കുത്തിപ്പറിച്ച് കീറിക്കളയും, മരം പട്ട കീറി കുത്തിക്കളയും, ഷെയ്ഡും പറിച്ച് കളഞ്ഞ് ഈ രീതി ശല്യമാണ്. നിരന്തരം രീതി ശല്യം. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസങ്ങളായി വന്ന് നിരന്തരം ഇങ്ങനെയായിട്ട് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം പിന്നെ ഫോറസ്റ്റുകാർ ആനക്കുളത്ത് ചെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ച് കുവൈത്തെ വരെ വിടും. അവിടെ നേരെ ഇങ്ങോട്ട് പോരും. പ്ലാന്റേഷനിൽ അവിടെ ആ നാട്ടുകാരെ ഇറക്കി വിട്ടേച്ച് പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടതാണ് ഏറ്റവും പ്രശ്നം. കഴിഞ്ഞ കുറെ നാളുകളായി കവിതക്കാട്ടിലെ അവസ്ഥ ഇതാണ്. വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്നു. ആളുകൾക്കും വീടുകൾക്കും നേരെ ആനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട്. ജനവാസ മേഖലയ്ക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. മുമ്പ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം.